നമ്മളിത് 40 ദിവസം പിന്നെ വിളിച്ചിട്ട് വ്രതം എടുത്തിട്ടുണ്ടല്ലോ, വേറെ യാതൊരു ചിന്താഗതിയൊന്നും ഇല്ലാതെ ചെയ്യണത്. അപ്പോൾ നമ്മളിത് തുടക്കം മുതലേ അവരുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നേരത്തെ ഉറക്കാതൊക്കെ വരും. അന്നൊക്കെ തുടക്കത്തെ സമയത്ത് അങ്ങയുടെ തുടക്കത്തിൽ ഏകദേശം എത്ര കരിങ്കാളി കണ്ണങ്കാവിന്ന് പോയതായിട്ട് അറിവുണ്ട്? അപ്പം 100-100 ഉണ്ടാവും. ഇപ്പം 100 ഇപ്പം 3000-ന്റെ മുകളിലായി. ഇനിയുണ്ട് കരിങ്കാളി, കൊടുങ്കാളി, മഞ്ഞക്കാളി, അതുപോലെ മലവാഴി, അങ്ങനെ കുറേ ഉണ്ട്. അതിൽ ഇത് ഇപ്പോൾ ശിവൻ്റെ മകളായിട്ട്. നമസ്തേ. രൗദ്രഭാവം പൂണ്ട് ക്ഷേത്രാങ്കണത്തിലേക്ക് ആർത്തിരമ്പിയെത്തുന്ന 2000-ത്തിലധികം കരിങ്കാളിക്കൂട്ടങ്ങളുടെ ഒരു ഉത്സവമാണ് കണ്ണങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ. തെക്കേ മലബാറിലുള്ള കാവുകളുടെയും ക്ഷേത്രങ്ങളുടെയും പൂരങ്ങളിൽ വലിയൊരു ഭാഗമാണ് കരിങ്കാളി എന്ന കലാരൂപത്തിനുള്ളത്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഇതേപോലെ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തുള്ള കണ്ണങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. നമുക്ക് കണ്ടറിയാം കണ്ണങ്കാവിലെ ഭഗവതിയുടെ, കണ്ണങ്കാവിലെ കരിങ്കാളിയുടെ വിശേഷങ്ങളെക്കുറിച്ച്. പറയ സമുദായത്തിൽപ്പെട്ടവർ വേഷം കെട്ടുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കരിങ്കാളി. തെക്കേ മലബാർ മേഖലയിലുള്ള കാവുകളിലെയും അമ്പലങ്ങളിലെയും പൂരങ്ങളോടും വേലകളോടും അനുബന്ധിച്ചാണ് കരിങ്കാളി സാധാരണ കാണുന്നത്. കരിങ്കാളി കിട്ടുന്നതിന് ചിട്ടയോടെയുള്ള വ്രതം ആവശ്യമായി ഗണിക്കപ്പെടുന്നു. ചെണ്ടയുടെ താളത്തോടെ ഉത്സവപ്പറമ്പിലെത്തുന്ന കരിങ്കാളികൾ ആ താളത്തിൽ വെളിച്ചപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇവർ പ്രധാന ക്ഷേത്രങ്ങളുടെ അടുത്ത് പോകാറേ ഇല്ല. പകരം ക്ഷേത്രത്തിൽ നിന്ന് അകലെ താൽക്കാലികമായി നിർമ്മിച്ച കുരുത്തോല മണ്ഡപത്തിലാണ് ചടങ്ങുകൾ അവസാനിപ്പിക്കുക. എത്ര വർഷമായി നമ്മൾ വീണ്ടും മൂന്നാമത്തെ ആണല്ലേ? ഇത്തവണ എത്ര ഉണ്ട് ഇവിടുന്ന്? 4. എന്താണ് ശരിക്കും ഇതിന്റെ ഒരു കഥ? എന്താണ് ഉദ്ദേശിച്ച കാര്യം സാധിച്ച ഭഗവതിക്ക് കാളി കെട്ടി പോവാന്ന് നേരം കണ്ണങ്കാവിലെ അമ്മയ്ക്ക് അവിടെ തന്നെ ഒരു താലത്തിന്റെ എന്തോ ഒരു അത് നല്ല ബന്ധമില്ല. അത് അമ്പലത്തിൽ ചെയ്യുന്ന വഴിപാട്, അതൊരു ശക്തി തന്നെയാണ്. അതും നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ നേരെയാണ് ഓരോരുത്തർക്കും നമ്മൾ ചെയ്യണം എന്നുള്ളത് ഒരു വഴിപാടാണ്. ഇടത്തെ കയ്യിൽ വാഴപ്പിണ്ടി, കുരുത്തോല, ചൂടിക്കയർ എന്നിവ കൊണ്ട് ഉണ്ടാക്കിയ കാലദണ്ഡ് കാണാം. വിശ്വാസമുള്ള ഭക്തരുടെ ഭവനത്തിൽ നിന്നും ഓരോ കാര്യസിദ്ധിക്ക് വേണ്ടി നേരുന്നതാണ് കരിങ്കാളി വഴിപാട്. ഭക്തർ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ നിരീക്ഷിച്ച് കരിങ്കാളിയെ കെട്ടാം എന്ന് തീരുമാനിച്ചാൽ പിന്നീട് ആ കാര്യം സഫലീകരിക്കും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഭക്തർ പറയുന്നത്. അത്ര ശക്തിയാണ് കരിങ്കാളി ദേവിക്ക് എന്നാണ് ഇവർ പറയുന്നത്. ഭവനത്തിലുള്ള ദോഷങ്ങളെല്ലാം കോഴിയറുത്ത് ദണ്ഡിലേക്ക് ആവാഹിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഇതിന്റെ ഐതിഹ്യം. കറുപ്പ്, ചുവപ്പ്, വെളുപ്പ് എന്നിവ ഇടകലർന്ന ഉടയാടയാണ് കരിങ്കാളി അരയിൽ അണിയുന്നത്. കാലിൽ ചിലമ്പ് ധരിച്ചിരിക്കും. വലത്തെ കൈയിൽ പള്ളിവാൾ പിടിച്ചിരിക്കും. ഇടത്തെ കൈയിൽ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ഗദയും ഉണ്ടാകും. പിച്ചള കൊണ്ടുണ്ടാക്കിയ കൃത്രിമ മുലകളും തലയിൽ കിരീടവും ഉണ്ട്. മുകൾ ഭാഗം കൂർത്ത ആകൃതിയിലുള്ള കിരീടം കുരുത്തോലകളാൽ അലങ്കരിച്ചിരിക്കും. ചരടുകൾ കൊണ്ടുള്ള കൃത്രിമ കണ്ണടയും കുരുത്തോല കൊണ്ടുള്ള കൃത്രിമ മൂക്കുമെല്ലാം ഈ വേഷത്തിന്റെ പ്രത്യേകതയാണ്. കാലിൽ ചിലമ്പണിയുന്നതിനും പ്രത്യേകത ഏറെയുണ്ട്. പൊതുവെ ഓരോ കാലുകളിലും ഓരോ ചിലമ്പുകളാണ് കരിങ്കാളി കെട്ടുന്നവർ അണിയാറുള്ളത്. എന്നാൽ ഇരു കാലുകളിലും ഇരു ചിലമ്പുകൾ അണിഞ്ഞും കരിങ്കാളികൾ എത്താറുണ്ട്. അത് ചില ഭവനങ്ങളിൽ നിന്ന് ആഗ്രഹ സാഫല്യത്തിനായി വഴിപാടുകൾ നേരുന്നവർ ചിലപ്പോൾ ഇരുകാലുകളിലും ഇരു ചിലമ്പും കെട്ടി കരിങ്കാളിയെ എത്തിച്ചേക്കാം എന്നായിരിക്കും വഴിപാട് നേർന്നിട്ടുണ്ടാക്കുക. ഇരട്ടച്ചെലമ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു കുറച്ചുകൂടി ശക്തി കൂടിയതാണ്. അതുപോലെ സാധാ കരിങ്കാളിയും ഇരട്ടച്ചെലമ്പും മോളുടെ ഭാഗ്യമോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതാണ്. ഉദ്ദേശിച്ച കാര്യം സാധിച്ചു വരികയാണ്. അപ്പം അതിന് മുന്നേ തന്നെ ഞങ്ങൾ കെട്ടി പോവാന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അത് നല്ല ശക്തിയോടെ തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് 15 ദിവസം.
എല്ലാവരും 15 ദിവസം ആ വ്രതത്തിലാണ്. എല്ലാവരും ഉണ്ട്. ഈ 15 ദിവസം ഈ വ്രതത്തിലായിരിക്കും നമ്മൾ നേരിടുന്നത്. അതെ അതെ, എല്ലാവർക്കും അവർക്കും ഞങ്ങൾക്കും ഒക്കെ വ്രതം തന്നെ. ഇത് കണ്ണങ്കാവിലമ്മ അത്രയും ശക്തി ഉണ്ട് ഉണ്ട്. ശക്തിയാണ് ഈ പോണത്. സാധാ കരിങ്കാലിയാണെങ്കിൽ 7 ദിവസമാണ് വ്രതം എടുക്കാറുള്ളത്. ഇരട്ടച്ചെലമ്പുള്ള കാരണം 14 ദിവസം. ഓ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ 7 ദിവസം 14 ദിവസം അങ്ങനെയുണ്ട്. ചെലമ്പിനനുസരിച്ചാണോ അപ്പോൾ വ്രതങ്ങൾ വരിക? ഇരട്ടച്ചെലമ്പിന് 15 ദിവസം. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കരിങ്കാളികൾ എത്തുന്ന ഉത്സവമാണ് മലപ്പുറം ജില്ലയിലെ മൂക്കുതല കണ്ണേങ്കാവ് പൂരം. 3000-ഓളം കരിങ്കാളികളാണ് ഇത്തവണ കണ്ണേങ്കാവ് ക്ഷേത്രത്തിൽ എത്തിയത്. ചില പേടിപ്പിക്കുന്ന സംഭവം ഉണ്ടാവാറുണ്ട്. നമുക്ക് ധൈര്യം ശരീരം ഉറക്കാതെ വരും. ഇവരുടെ സാന്നിധ്യം നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ വീഴാൻ പോവുക. നമ്മളിത് 40 ദിവസം വിളിച്ചിട്ട് വ്രതം എടുത്തിട്ടുണ്ടല്ലോ, വേറെ യാതൊരു ചിന്താഗതിയൊന്നും ഇല്ലാതെ ചെയ്യണത്. അപ്പോൾ നമ്മളിത് തുടക്കം മുതലേ അവരുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നേരത്തെ ഉറക്കാതൊക്കെ വരും. ഇപ്പോൾ വർഷങ്ങളായിട്ട് കണ്ണങ്കാവ് അമ്പലത്തിൽ താങ്കൾ ഇത് കെട്ടുന്നതാണ്. ഇപ്പോൾ ആ തുടക്കത്തിൽ ഉണ്ടായിരുന്നൊരു വിശ്വാസമാണോ ഇപ്പോഴാണോ കൂടുതൽ വിശ്വാസം, കൂടുതൽ കരിങ്കാളികൾ വരുന്നത് എപ്പോഴാണ്? ഇപ്പോൾ കരിങ്കാളി ഓരോ വർഷം കൂടി വരിക. എനിക്കിതിൻ്റെ അനുഭവം തുടക്കത്തിലെ അന്നൊക്കെ തുടക്കത്തെ സമയത്ത് അങ്ങയുടെ തുടക്കത്തിൽ ഏകദേശം എത്ര കരിങ്കാളി കണ്ണങ്കാവിന് പോയതായിട്ട് അറിവുണ്ട്? അപ്പോൾ 10-100 ഉണ്ടാവും. ഇപ്പം 100 ഇപ്പോൾ 3000-ന്റെ മുകളിലായി അങ്ങനെ പറയുന്നുണ്ട്. നമ്മളൊരു വഴിപാടാണല്ലോ. എന്തായിരുന്നു താങ്കൾ ഈ വഴിപാട് എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വീട്ടിൽ നിന്ന് എത്ര പ്രാവശ്യം കിട്ടുന്നുണ്ട്? ഇപ്പോൾ കുറച്ച് ഞങ്ങൾ പാളത്തായിരുന്നു താമസിച്ചിരുന്നു. അവിടെ നിന്ന് ഇട്ടിട്ടുണ്ട് ഒരു 10-15 കൊല്ലം മുന്നേ. ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു വിശ്വാസ്യത? എന്താണ് വിശ്വാസ്യത? നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നാൽ കരിങ്കാളി കിട്ടുക എന്നുള്ളൊരു ആണല്ലേ.